നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സൗത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സെന്റ് ഹെലേന എന്ന കൊച്ചു ദ്വീപിൽ വസിക്കുന്ന ജൊനാഥൻ എന്നു പേരുള്ള ഒരു ആമയെ ആണ്. ഈ ആമയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും അതുപോലെ തന്നെ എൻ്റെയും മുത്തശ്ശൻ്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശനും ജനിക്കുന്നതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച് ഇന്നും നമ്മോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത ജീവിയാണ് ഈ ആമ. കൃത്യമായി പറഞ്ഞാൽ 2026 193 വയസ്സുണ്ട് ഈ ആമയ്ക്ക്. 1882 സെയ്ഷൽസിൽ നിന്നും സെന്റ് ഹെലേനയിലെ ഗവർണർക്ക് ഒരു സമ്മാനമായി ഈ ആമയെ കൊണ്ടുവന്നത്. 1886 എടുത്ത ഈ ഫോട്ടോയിൽ ജൊനാഥൻ എന്ന ഈ ആമ പൂർണ്ണ വളർച്ച എത്തിയ നിലയിലാണ് ഉള്ളത്. ജൊനാഥൻ്റെ വർഗമായ അൽഡാബ്ര ജയന്റ് ടോർട്ടോയ്സുകൾക്ക് പൂർണ്ണ വളർച്ചയെത്താൻ 50 വർഷം എടുക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജൊനാഥൻ്റെ ജനനവർഷം 1832 കണക്കാക്കിയത്. അതായത് 1882 സെന്റ് ഹെലേനയിലെ ഗവർണർക്ക് ഒരു സമ്മാനമായി ഈ ദ്വീപിലേക്ക് വരുന്ന ആമയ്ക്ക് അന്ന് തന്നെ 50 വയസ്സുണ്ട്. സെന്റ് ഹെലേനയിലെ ഗവർണറുടെ ഔദ്യോഗിക വസതിയായ പ്ലാന്റേഷൻ ഹൗസിലാണ് ഈ ആമ വസിക്കുന്നത്. ഗവൺമെൻറ് തന്നെയാണ് ഇതിനെ പരിപാലിക്കുന്നത്. പ്രത്യേക പരിശീലനം ലഭിച്ച കെയർ ടേക്കർമാരാണ് ഇപ്പോൾ ഈ ആമയെ പരിചരിക്കുന്നത്. ലോകത്ത് ഇന്ന് കരയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ജീവി എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡും ജൊനാഥന് സ്വന്തമാണ്. 193 വയസ്സായ ജൊനാഥൻ ഇപ്പോഴും ആരോഗ്യവാനാണ്. എങ്കിലും പ്രായത്തിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ജൊനാഥന് ഉണ്ട്. തിമിരം ബാധിച്ച് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മണം പിടിക്കാനുള്ള കഴിവും ജൊനാഥന് നഷ്ടപ്പെട്ടു. എങ്കിലും മികച്ച കേൾവി ശക്തി ഇപ്പോഴും ജൊനാഥന് ഉണ്ട്. പ്രായം ഇത്രയും കൂടുതലായതുകൊണ്ട് തന്നെ പ്രത്യേക പരിചരണം ജൊനാഥന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിലൊരിക്കൽ വെറ്റിനറി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക ഭക്ഷണം ജൊനാഥന് നൽകുന്നുണ്ട്. വാഴപ്പഴമാണ് ജൊനാഥൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം. ആപ്പിള്, ക്യാരറ്റ്, ക്യാബേജ്, വെള്ളരിക്ക ഇവയും ജൊനാഥൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നാണ്. ജൊനാഥൻ ശരിക്കും ഒരു സംഭവം തന്നെയാണ്. 1800കളുടെ തുടക്കം മുതൽ ഇന്നേ വരെ ലോകത്ത് സംഭവിച്ചിട്ടുള്ള വലിയ ചരിത്ര സംഭവങ്ങൾക്കെല്ലാം ജൊനാഥൻ സാക്ഷിയാണ്. 1879 തോമസ് ആൽവ എഡിസൺ ആദ്യത്തെ ബൾബ് കണ്ടുപിടിക്കുമ്പോഴും അതുപോലെ തന്നെ 1903 റൈറ്റ് സഹോദരന്മാർ ആദ്യമായി വിമാനം പറത്തുമ്പോഴും 1882 കാൾ ബെൻസ് ലോകത്തിലെ ആദ്യത്തെ കാർ നിർമ്മിക്കുമ്പോഴും 1ാം ലോക മഹായുദ്ധം നടക്കുമ്പോഴും 2ാം ലോക മഹായുദ്ധം നടക്കുമ്പോഴും അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴും അങ്ങനെ നിരവധി ചരിത്ര സംഭവങ്ങൾ നടക്കുമ്പോഴെല്ലാം ഈ കൊച്ചു ദ്വീപിൽ ഈ ആമ അന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ജൊനാഥൻ ഇനിയും ഒരുപാട് കാലം ആരോഗ്യത്തോടെ ജീവിക്കട്ടെ.